Dear students, welcome to Math 7. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോഗരിതം എന്താണെന്ന് പഠിച്ചു. ലോഗരിതത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതിയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കും. 3 പ്രോപ്പർട്ടി കൂടെ നമ്മൾ അബൌട്ട് ലോഗരിതം ഈ വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം എന്താണ് ലോഗരിതം, ജസ്റ്റ് ടു ഗിവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞു ലോഗരിതം ഓഫ് a number to a given base എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗരിതം ഓഫ് b to the base a എന്ന് പറഞ്ഞാൽ a ന്റെ എത്രാമത്തെ പവർ ആണ് b, അത്രേ ഉള്ളൂ. അതായത് ഈ ലോഗരിതത്തിന്റെ ഉത്തരം log of b to the base a എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? a raised to n ആണ്, b എന്നാണ്. അതായത് a നെ nth പവർ റേസ് ചെയ്യുമ്പോൾ b കിട്ടും. ഓക്കെ, സോ log of b to the base a എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? a ന്റെ nth പവർ ആണ് b. ഇത്രയേ ഉള്ളൂ. ഇതാണ് ലോഗരിതത്തിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി അടുത്ത 3 പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. log of b to the base a ഞാൻ പറഞ്ഞു. സപ്പോസ് log of a to the base a ആണെങ്കിലോ, ഞാൻ പറഞ്ഞതനുസരിച്ച് a ന്റെ എത്രാമത്തെ പവർ ആണ് a എന്നാണ് അതിന്റെ ചോദ്യം. a ന്റെ എത്രാമത്തെ പവർ ആണ് a നമുക്കറിയാമല്ലോ. a raised to 1 ആണ് a അല്ലേ? ശരിയല്ലേ? അപ്പൊ log of a to the base a എന്ന് പറഞ്ഞാൽ log of a raised to 1 ആണ്. ശരിയല്ലേ? അപ്പോ a ന്റെ എത്രാമത്തെ പവർ ആണ്? 1 ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് പക്ഷേ വളരെ സിമ്പിൾ റിസൾട്ട് ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. log of a to the base a എന്താണ്? 1 ആണ്. കാരണം a raised to 1 ആണ് a അല്ലേ? a raised to 1 ആണ് a. അതുകൊണ്ട് തന്നെ log of a to the base a എന്ന് പറഞ്ഞാൽ ഈ പവർ 1 ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. log of a number to the same base എന്താണ്? 1 ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് നമ്പേഴ്സ് എഴുതി നോക്കാം. അപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരുന്നത് അല്ലേ? നമ്മളിങ്ങനെ എയും ബി ഒക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് എഴുതി നോക്കാം. log of 3 to the base 3 എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം 3 raised to 1 ആണ് 3. അപ്പൊ log of 3 to the base 3 എത്രയാണ്? 1 ആണ് പവർ അല്ലേ? അപ്പോ അതുപോലെ തന്നെ log of 25 to the base 25 എന്തായിരിക്കും? 1 ആണ്. അപ്പോ ഈ നമ്പറും ബേസും സെയിം ആണെങ്കിൽ log എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രോപ്പർട്ടി. log of a to the base a എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. a raised to log x എന്താണ്? a raised to log x to the base a എന്തായിരിക്കും? a raised to log x to the base a എന്തായിരിക്കും? x ആയിരിക്കും. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. ഇതും ഓർത്ത് വെച്ചേക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ x 4 ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ x ഈക്വൽ ടു 4 ആണെന്ന് വിചാരിക്കുക. a എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താവും നോക്കാം. അങ്ങനെയാണെങ്കിൽ log ഓഫ് x എത്രയാണ്? 4. a എത്രയാണ്? 2. ഇതാദ്യം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. log of 4 to the base 2 എന്തായിരിക്കും? 2 ന്റെ എത്രാമത്തെ പവർ ആണ് 4? നമുക്കറിയാം 2 സ്ക്വയർ ആണ് 4 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ log of 4 to the base 2 എത്രയാണ്? 2 ആണ്. പവർ 2 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? നോ ഇത് ഇനി a raised to ഇത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ log of x to the base a 2 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ a raised to എത്രയാണ് കണ്ടുപിടിക്കണം. ശരി, a എത്രയാണ്? 2 അല്ലേ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 raised to ഈ വാല്യൂ എത്രയാണ്? 2. എത്ര കിട്ടി? 2 സ്ക്വയർ 4. ശരിയല്ലേ?
എക്സലിലെ 4. അപ്പോൾ പ്രൂവ് ചെയ്തല്ലോ. അപ്പോ ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഓർത്ത് വെച്ചേക്കുക. എന്താണ്? log of x to the base a എന്നൊരു ടേം ഉണ്ടെങ്കിൽ a raised to ആ ടേം എന്തായിരിക്കും? x തന്നെയായിരിക്കും. സോ a raised to log x to the base a എന്താണ്? x ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോരോ ടേംസ് നിങ്ങൾ എഴുതി നോക്കുക. ഒരു എക്സാമ്പിളോട് നോക്കാം. ഞാൻ ഇവിടെ x ഈക്വൽ ടു 25 എടുത്തു. ഓക്കെ, a ഈക്വൽ ടു 5 എടുത്തു. ക്ലിയർ? a 5 എടുത്തു, x 25 എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് log of 25 to the base 5? നമുക്കറിയാം 5 സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ log to the base 5 എന്തായിരിക്കും? 5 സ്ക്വയർ ആണ് 25, സോ 2 ആണ് ലോഗരിതം, ആ പവർ. ക്ലിയർ ആണല്ലോ? നൗ a എത്രയാണ്? 5 ആണ്. സോ 5 raised to ഈ പവർ 5 സ്ക്വയർ എത്ര കിട്ടും? 25 കിട്ടി. ശരിയാണ് എന്ന് പറഞ്ഞ x തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. എന്ത് എഴുതിയാലും ഈ പ്രോപ്പർട്ടി ശരിയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. log of b to the base a എന്ന് പറയുന്നത് log b divided by log a ആയിരിക്കും. അതായത് ഒരു നമ്പറിന്റെ ലോഗരിതം to a different base will be log of this number divided by log of this base. ക്ലിയർ ആണോ? ഈ ലോഗരിതം എന്ന് പറയുന്നത് to the base 10 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ബേസ് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ വെറുതെ നമ്മൾ log എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബേസ് 10 ആയിരിക്കും. അത് അസംപ്ഷൻ ആണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പോ log of b to the base 10 എടുക്കുക, അതുപോലെ log of a to the base 10 എടുക്കുക. രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? log of b to the base a കിട്ടും. ഓക്കെ, അപ്പം ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്, ഓർത്ത് വെച്ചോളുക. ഇതാണ് ലോഗരിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ കോൺസെപ്റ്റും പ്രോപ്പർട്ടി.